87-ാം വയസ്സിലും വടിവൊത്ത ഇംഗ്ലീഷ് അക്ഷരങ്ങൾ എഴുതി വിസ്മയിപ്പിക്കുകയാണ് തടിവെട്ടുകാരനായിരുന്ന സുകുമാരൻ. മംഗ്ലീഷിലാണ് പത്തനംതിട്ട ഇലന്തൂരിലെ സുകുമാരൻ പാട്ടും കവിതകളും ഒക്കെ എഴുതുന്നത്. കയ്യക്ഷരം പോലെ കയ്യിലിരിപ്പ് അത്ര നല്ലതല്ലാത്തതുകൊണ്ട് ജീവിതമാകെ തകിടം മറിഞ്ഞുവെന്നും സുകുമാരൻ ചേട്ടൻ പറയുന്നു. പൊന്നിൻ വെളിച്ചം ഈ ഭൂമിയിൽ നൽകിയ പൊൻപ്രഭ തൂകുന്ന തമ്പുരാനെ, ആത്മാവിൽ ആനന്ദം തന്നിടാൻ എൻ ഗുരു ആരുണ്ട് ഈ ഭൂമിയിൽ വേറൊരുവൻ. ചെറുപ്പത്തിൽ തന്നെ കയ്യക്ഷരത്തിന്റെ മികവിൽ നേവിയിൽ ജോലി കിട്ടി. ജോലിക്ക് പോകാനായി പിതാവ് 500 രൂപ നൽകി. എന്നാൽ അതുമായി ആള് നാട് വിട്ടു. ബാക്കി കാര്യങ്ങൾ സുകുമാരൻ ചേട്ടൻ തന്നെ പറയും. ജീവിതം ഇങ്ങനെ ആനന്ദിക്കാനുള്ളതാണ്. അച്ഛൻ വേണ്ട, അമ്മ വേണ്ട, അങ്ങനെയുള്ള സന്ദർഭം ഉണ്ടായിപ്പോയി. അച്ഛനെ കുറേ കാശൊക്കെ തന്ന് ജോലിക്ക് ഓർഡർ വന്നാൽ എനിക്ക് അന്ന് നമ്മുടെ കൊല്ലം ജില്ലയാണ്. നേവി ക്ലർക്ക് ആൾക്കാരെ എടുക്കുന്നുണ്ട് ക്ലർക്കായിട്ട്. അതിന് ഞാൻ ആപ്ലിക്കേഷൻ അയച്ചതിൻ്റെ കുറേ കാലം കഴിഞ്ഞപ്പോൾ എനിക്ക് ഓർഡർ വന്നു ജോലിക്കല്ല ഇൻ്റർവ്യൂവിന് ചെല്ലാനായിട്ട് പോയി. വർക്ക് ഫോർ ദ കൺട്രി, ഫൈറ്റ് ഫോർ ദ കൺട്രി ആൻഡ് പ്രൊട്ടക്ട് ദ ഫ്രീഡം ഓഫ് അവർ മദർലാൻഡ് അറ്റ് എനി കോസ്റ്റ്. അത് 2 പ്രാവശ്യം എഴുതണം. 10 മിനിറ്റേ ഉള്ളൂ സമയം. ഞാനത് ഇതുപോലെ എഴുതി. അതിൻ്റെ 1.5 മാസം കഴിഞ്ഞപ്പോൾ എനിക്ക് ജോലിക്ക് ബാംഗ്ലൂരിൽ നിങ്ങൾക്ക് ജോലിയുണ്ട്, ചെല്ലണമെന്ന് പറഞ്ഞ് ഓർഡർ വന്നു. അന്ന് 17-18 വയസ്സേ ഉള്ളൂ. റോഡിൽ നടന്നു പോയാൽ ഒരു കാറ് വന്നാൽ എൻ്റെ മേത്തിടിച്ച് കാറ് മറിഞ്ഞു പോകും, എനിക്കൊന്നും സംഭവിക്കത്തില്ലെന്ന് ഒരു ചോരത്തിളപ്പിൻ്റെ ഒരു രംഗമായിരുന്നു അന്ന്. അങ്ങനെ ആ കാശും കൂടെ പോയി. ലാസ്റ്റിൽ ആ കാശ് തീർന്നിട്ട് വീട്ടിൽ ഒന്നും അച്ഛൻ വീട്ടിൽ കയറ്റിയില്ല. പിതാവിന്റെ കണ്ണീരാണ് തന്റെ ജീവിതത്തെ തളർത്തിയതെന്നും സുകുമാരൻ പറയുന്നു. മാതാപിതാക്കളെ ദുഃഖിപ്പിക്കുന്ന ഒരു മക്കളും ഒരു കാലത്തും ശരിയാകത്തില്ല. അതിനുദാഹരണം എനിക്കിപ്പോൾ സംഭവിച്ചുകൊണ്ടിരിക്കുന്നു. എല്ലാവരും ചോദിക്കും, സുകുമാരൻ മേശ്ശേരിക്ക് 8 ആൺപിള്ളേരുണ്ടല്ലോ, ഏതെങ്കിലും ഒന്ന് പഠിപ്പിച്ചില്ലേ? വിദ്യാഭ്യാസം ഉള്ളതല്ലേ എല്ലാം, ജോലി കിട്ടുമ്പോൾ വരെ കളഞ്ഞില്ലയോ? അപ്പോൾ ആ അച്ഛൻ്റെ ശാപം തളം കെട്ടി കിടക്കുകയാണ്. എന്നെ ഒരു ജോലിക്കാരനാകെ ഞാൻ ഉത്സാഹിച്ചു, ഞാൻ തെറ്റിപ്പോയി. ഗ്രാമർ എന്ന് പറയുന്നത് വേർബ്, അഡ്വേർബ്, ആഡ്ജക്റ്റീവ്, ഇൻ്റർജെക്ഷൻ വെച്ചാൽ വ്യാക്ഷരകം, വേറൊന്ന് വെച്ചാൽ ക്രിയ. അഡ്വേർബ് ക്രിയയെ വിശേഷിപ്പിക്കുന്നത്. നാമം ഏതെങ്കിലും ഒന്നിൻ്റെ പേരായ ശബ്ദത്തിനാണ് നാമം എന്ന് പറയുന്നത്. അതിന് ഇംഗ്ലീഷിൽ ചോദിക്കും വാട്ട് ഈസ് എ നൗൺ. നൗൺ ഈസ് എ നെയിമിങ് വേർഡ്. അതുപോലെ വാട്ട് ഈസ് എ പ്രോപ്പർ നൗൺ. പ്രോപ്പർ നൗൺ ഈസ് ദ നെയിം ഓഫ് എ പർട്ടിക്കുലർ പേഴ്സൺ, പ്ലേസ് ഓർ തിങ്. അങ്ങനെ ഗ്രാമർ പഠിച്ചുകൊണ്ട് സംസാരിക്കാനൊക്കെ കഴിവ്. ആരെങ്കിലുമൊക്കെ എന്തെങ്കിലും പറഞ്ഞാൽ എനിക്കത് ഗ്രഹിക്കാനുള്ള കഴിവുണ്ട്, അതിന് മറുപടിയും പറയാം. 56 വർഷം തടിവെട്ട് ജോലി ചെയ്തു. അതിന് വയ്യാതായതോടെ ലോട്ടറി കച്ചവടം. ഇക്കാലം അത്രയും മംഗ്ലീഷിൽ എഴുതിയ പാട്ടുകളും കവിതകളും നിറയെയുണ്ട് വീട്ടിൽ. നാനാ പ്രദേശമാണ് ഇന്ന മനോരമ നീ മീനച്ചിലിയുടെ മുറയ്ക്ക് ചുമപ്പതില്ലേ. ഞാൻ മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. എന്ത് മനോഹരമായ അതിഗംഭീര കയ്യക്ഷരമാണല്ലേ. ആ പുസ്തകത്തിന്റെ ഓരോ പേജും അദ്ദേഹം ഇങ്ങനെ മറച്ചു നോക്കുമ്പോൾ കണ്ടാൽ ശരിക്കും അച്ചടിച്ച് വെച്ചതാണ് എന്ന് തോന്നും. അത്ര വടിവൊത്ത കയ്യക്ഷരങ്ങൾ. ഈ 80 വയസ്സ് പിന്നിട്ടിട്ടും അദ്ദേഹത്തിന്റെ കൈ വിറയ്ക്കാതെ ഇത്രയും മനോഹരമായി എഴുതാൻ സാധിക്കുന്നുണ്ട് എന്ന് പറയുമ്പോൾ തന്നെ അത്ഭുതം തോന്നുന്നു. എനിക്ക് അത്ര തരക്കേടില്ലാത്തൊരു കയ്യക്ഷരം എന്നേ എൻ്റെയൊക്കെ പറയാനുള്ളൂ. അപ്പോൾ എനിക്ക് നല്ല കയ്യക്ഷരമുള്ള ആളുകളെ കാണുമ്പോൾ സത്യം പറഞ്ഞാൽ അസൂയയാണ്. നമുക്കൊപ്പം നിതിൻ തോമസ് ചേരുന്നുണ്ട് തത്സമയം. നിതിൻ, അതിഗംഭീരമായ കയ്യക്ഷരമുള്ള ഒരു മനുഷ്യൻ, പക്ഷെ അതിനൊക്കെ അപ്പുറത്തേക്ക് അദ്ദേഹത്തിന് പ്രായത്തിന്റെ പക്വതയില്ലായ്മയിൽ ചെയ്തു പോയ ചില കാര്യങ്ങളെക്കുറിച്ച് ഓർത്ത് വലിയ വേദനയുണ്ട്. അന്ന് ആ 500 രൂപ നോട്ടും കൊണ്ട് നാട് വിട്ടില്ലായിരുന്നെങ്കിൽ ഇന്നൊരു പക്ഷേ ജീവിത സാഹചര്യങ്ങൾ തന്നെ മാറി മറിഞ്ഞേനെ. അച്ഛനോട് ചെയ്തു പോയ തെറ്റോർത്ത് ഇന്നും ഒരു ദുഃഖഭാരം ആ മനസ്സിലുണ്ടല്ലേ? ഒരു സ്കൂൾ കാലഘട്ടമൊക്കെ കഴിഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മൾ എഴുതുക എന്ന് പറയുന്നത് നമ്മളെ സംബന്ധിച്ചിട്ട് വളരെ മടിപിടിച്ച കാര്യവും അല്ലെങ്കിൽ നമ്മൾ പൊതുവെ അധികം ചെയ്യാത്തൊരു കാര്യമാണ്. അതിന് പല കാരണങ്ങളുണ്ട്. ഇപ്പോഴാണെങ്കിൽ ഒരുപാട് നൂതന സാങ്കേതിക വിദ്യകളും കമ്പ്യൂട്ടറും കാര്യങ്ങളും മൊബൈലും ഒക്കെ ഉള്ളതുകൊണ്ട് നമ്മളധികം എഴുതുന്നവരുമല്ല. എഴുത്തൊക്കെ വളരെ കുറവായിരിക്കും. നമുക്ക് ദൈനംദിന ജീവിതത്തിൽ നമ്മളധികം എഴുതാത്തവരാണ്. എഴുത്ത് വായനയൊക്കെ കുറഞ്ഞു വരുന്ന ഒരു ശീലവും നമ്മൾ കാണുന്നുണ്ട്. എന്നാൽ ഈ എഴുത്തിലേക്ക് വരുമ്പോൾ കയ്യക്ഷരത്തെ പറ്റി പറയുകയാണെങ്കിൽ, ഇപ്പോൾ എൻ്റെ കയ്യക്ഷരത്തെ പറ്റി ഞാനൊന്ന് വിലയിരുത്തുകയാണെങ്കിൽ
ഞാൻ എഴുതി ഒരു അരമണിക്കൂർ കഴിഞ്ഞാൽ ചിലപ്പം എനിക്ക് തന്നെ വായിക്കാൻ ബുദ്ധിമുട്ട് ആവുന്ന ഒരു സാഹചര്യത്തിലാണ് എൻ്റെ ഒരു കൈയക്ഷരം എന്ന് പറയുന്നത്. ആ ഒരു അവസ്ഥയിലാണ് 86 വയസ്സുള്ള സുകുമാരൻ ചേട്ടൻ നല്ല വടിവൊത്ത രീതിയിൽ ഇംഗ്ലീഷ് എഴുതുന്നത്. പുള്ളിക്ക് ഇംഗ്ലീഷും എഴുതാനറിയാം, മംഗ്ലീഷും എഴുതാനറിയാം. മംഗ്ലീഷിലാണ് അദ്ദേഹം കൂടുതലും കഥകളും കവിതകളും ഒക്കെ എഴുതുന്നത്. അതായത് ഇംഗ്ലീഷ് അക്ഷരങ്ങൾ പക്ഷേ മലയാളത്തിലാണ്. അങ്ങനെ ഒരു മംഗ്ലീഷ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ മൊബൈലിൽ മംഗ്ലീഷിൽ ടൈപ്പ് ചെയ്യുന്ന കൂട്ടാണ് അദ്ദേഹം മംഗ്ലീഷിൽ ബുക്കുകളിൽ എഴുതുന്നത്. അദ്ദേഹത്തിൻ്റെ കയ്യിലിരിക്കുന്ന ബുക്കുകൾ, ഞാൻ ആദ്യം ഈ വാർത്ത അറിഞ്ഞ് അദ്ദേഹത്തിനെ കാണാൻ ചെല്ലുന്നു. ആ കാണാൻ ചെല്ലുന്ന സമയത്ത് ഇങ്ങനെ വെറുതെ അദ്ദേഹത്തിൻ്റെ ബുക്കൊന്ന് വായിച്ച് ബുക്കൊന്ന് തുറന്നു നോക്കിയപ്പോൾ തന്നെ ഞാൻ അതിശയിച്ചു പോയി. കാരണം അത്ര മനോഹരമാണ് ആ ഓരോ വരികളും. കാണാനും അത് വായിക്കാനും അത്രയേറെ മനോഹരമാണ്. നമ്മൾ അറിയാതെ തന്നെ അത് നല്ലപോലെ ഒന്ന് വായിച്ചു പോകും. അപ്പോൾ അദ്ദേഹം ഒരുപാട് കവിതകൾ എഴുതിയിട്ടുണ്ട്, കഥകൾ എഴുതിയിട്ടുണ്ട്, പല കാര്യങ്ങൾ അതിനകത്ത് എഴുതിയിട്ടുണ്ട്. വെറുതെ എന്തെങ്കിലും എഴുതി പോവുകയല്ല ചെയ്യുന്നത്. ഭക്തിഗാനങ്ങളുണ്ട്, അദ്ദേഹം തന്നെത്താൻ എഴുതിയിരിക്കുന്നതാണ്. മറ്റ് എവിടെയെങ്കിലും വായിച്ചറിഞ്ഞതോ കാര്യങ്ങളോ ഒന്നുമല്ല. അദ്ദേഹം തന്നെത്താൻ തോന്നി എഴുതിയ ഭക്തിഗാനങ്ങൾ, കഥകൾ ഒക്കെയാണ് അതിനകത്ത് അദ്ദേഹം എഴുതി നിറച്ചിരിക്കുന്നത് എന്ന് വേണമെങ്കിൽ പറയാം. ഇനി അദ്ദേഹം നമ്മളോട് പറഞ്ഞ ഒരു കാര്യം കൂടെ ഉണ്ട്. അദ്ദേഹത്തിൻ്റെ ഈ കഴിവ് കാരണം അല്ല, അതായത് ഈ എഴുത്തിലുള്ള കഴിവ്, കയ്യക്ഷരം കാരണം അദ്ദേഹത്തിന് നേവിയിൽ ജോലി കിട്ടിയിരുന്നു. അത് 70 കൊല്ലം മുമ്പ്. അന്ന് 70 കൊല്ലം മുമ്പ് അദ്ദേഹത്തിന് നേവിയിൽ ജോയിൻ ചെയ്യാനായിട്ട് അദ്ദേഹത്തിൻ്റെ അച്ഛനൊരു 500 രൂപയും കൊടുത്താണ്. അന്നത്തെ 500 രൂപ എന്ന് പറയുമ്പോൾ 70 കൊല്ലം മുമ്പ് 500 രൂപ എന്ന് പറയുമ്പോൾ ഇന്ന് 5000 അല്ല 50,000-ൻ്റെ വിലയുണ്ട് എന്ന് നമ്മൾ ഓർക്കണം. ആ ഒരു പൈസ കൊണ്ടിട്ട് അദ്ദേഹം നേവിയിൽ ചേരണമെന്ന് പറഞ്ഞ് പോവുകയാണ്. പക്ഷെ അദ്ദേഹം നേവിയിലേക്കല്ല പോയത്, പകരം നാട് ചുറ്റാനും കറങ്ങാനും കാണാനും പോയി. പക്ഷെ തിരിച്ചു വന്നപ്പം അദ്ദേഹത്തിൻ്റെ അച്ഛൻ അദ്ദേഹത്തെ വീട്ടിൽ കയറ്റിയില്ല. പിന്നീട് അദ്ദേഹം തന്നെത്താൻ പല ജോലികൾ ചെയ്യുന്നു. തടിക്കച്ചവടത്തിലേക്ക് പോകുന്നു, ലോട്ടറി കച്ചവടത്തിലേക്ക് പോകുന്നു. ഇപ്പോൾ അദ്ദേഹത്തിന് കാലിന് കുറച്ച് സ്വാധീനക്കുറവൊക്കെ ഉണ്ട്. അതുകൊണ്ട് ഇങ്ങനെ വീട്ടിൽ അടങ്ങി ഒതുങ്ങിയിരിക്കുകയാണ്. പക്ഷേ ഈ ജോലി ചെയ്യുന്ന സമയം മുതൽ തന്നെ ഇത്തരത്തിൽ നല്ല രീതിക്ക് എഴുത്തും വായനയും എല്ലാം ഉണ്ടായിരുന്ന ഒരു മനുഷ്യനാണ് സുകുമാരൻ എന്ന് പറയുന്നത്. അദ്ദേഹം നമ്മളോട് പങ്കുവെക്കുന്ന ഒരു കാര്യവും കൂടെ എന്ന് പറയുന്നത്, അതായത് മാതാപിതാക്കളെ വേദനിപ്പിച്ചു കഴിഞ്ഞാൽ അത് നമ്മളെ പിന്തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളതാണ് അദ്ദേഹം പറയുന്നത്. അതായത് അദ്ദേഹത്തിൻ്റെ പിതാവിനെ വേദനിപ്പിച്ചു, അതിനാൽ അദ്ദേഹത്തിന് വലിയ രീതിയിലൊന്നും അദ്ദേഹത്തിന്റെ ജീവിതത്തിൽ സമ്പാദിക്കാനോ അല്ലെങ്കിൽ ആ ഒരു ദുഃഖം അദ്ദേഹത്തെ എന്നും വേട്ടയാടുന്നുണ്ട്. അത് ആ വാക്കുകളിൽ നിന്ന് തന്നെ വ്യക്തമാണ്. പക്ഷെ കയ്യക്ഷരത്തിന്റെ മികവ് അത് പറയാതിരിക്കാൻ പറ്റില്ല. അത്ര ഗംഭീരമാണ് ഓരോ വരികളും.